നമ്മൾ നേരത്തെ ലാറ്റീസ് ആണ് കണ്ടത്. ഇനിയിപ്പോ ഇത് കോംപ്ലിമെന്റൽ ലാറ്റീസ് ആണ് നമ്മൾ കാണിക്കണം. കോംപ്ലിമെന്റൽ ലാറ്റീസ് ആണെങ്കിൽ അതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടണം? അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് എലമെന്റും ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടണം? ലീസ്റ്റ് എലമെന്റിന് കിട്ടണം. അപ്പോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനില്, അതായത് D42 എന്ന ക്വസ്റ്റ്യനില് ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്താ വന്നത്? 42ഉം ലീസ്റ്റ് എലമെന്റ് എന്താ വരണത്? 1ഉം. അപ്പൊ നമുക്ക് കോംപ്ലിമെന്റ് ഓഫ് 42 എന്താന്ന് കാണണം. അത് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്താൽ മതി? 42നോട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് എഴുതിയാൽ മതി. ഇപ്പൊ കോംപ്ലിമെന്റ് ഓഫ് 42 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ കോംപ്ലിമെന്റ് 42 ആയിരിക്കും. അപ്പൊ 2ന്റെ കോംപ്ലിമെന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 42 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 21 വരും. അതുപോലെ അല്ലെ, 2 ചെയ്ത് കഴിഞ്ഞാൽ 21 വരും. ഇപ്പൊ 21ന്റെ കോംപ്ലിമെന്റ് 2. അടുത്തത് കോംപ്ലിമെന്റ് ഓഫ് 3 എന്താന്നാണ് ചോദ്യം. അപ്പൊ കോംപ്ലിമെന്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പൊ 14ന്റെ കോംപ്ലിമെന്റ് എന്ത് വരും? 3 വരും. ഈ കോംപ്ലിമെന്റ് ഓഫ് 6 എന്ത് വരും എന്നാണ് ചോദ്യം. കോംപ്ലിമെന്റ് ഓഫ് 6 7 ആണ്. അപ്പൊ 7ന്റെ കോംപ്ലിമെന്റ് 6 ആണ്. അപ്പൊ നമ്മൾ ഈ സംഭവം കൂടി ഒന്ന് പറയണ്ടേ? അതിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അതാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, 4ന്റെയും 42ന്റെയും 1ന്റെയും അപ്പർ ബൗണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 42 ആണ്. ലോവർ ബൗണ്ട് നോക്കി കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് 2ഉം 21ഉം. 2ഉം 21ഉം കോമൺ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഫിഗർ നോക്ക്. 21ഉം 2ഉം ഇവരുടെ അപ്പർ ബൗണ്ട് ആരാണ് വരുന്നത്? 42. അതുപോലെ ലോവർ ബൗണ്ട് എന്താ വരുന്നത്? 1. അടുത്ത ആൾക്കാർ ആരൊക്കെയാ കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്? കോംപ്ലിമെന്റ് ആയിട്ട് 3ഉം 14 ആണുള്ളത്. അപ്പൊ 3ഉം 14 നോക്ക്. 3, ഇത് 14. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ അപ്പർ ബൗണ്ട് വരണം 42, ലോവർ ബൗണ്ട് 1. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് LCM HCFും പറയാം. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ ഡിവൈസസ് തന്നതുകൊണ്ട് മാത്രമാണ് LCM HCF വർക്ക് ആവണത്. ഇപ്പൊ ഡിവൈസസ് അല്ലാണ്ട് തന്നെ ഡിവിഷനില് കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് ഡിവിഷനില് ഇതിന്റെ ഗ്രേറ്റസ്റ്റ് അപ്പർ ബൗണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LCM HCF വർക്ക് ആവില്ല. അത് അങ്ങനത്തെ വർക്ക് ആവാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ LCM ഓഫ് 314 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 42 ആണ്. അല്ലെങ്കിൽ ആ ജസ്റ്റ് ആ എന്താണ് ഫിഗറിന്ന് നോക്കി കഴിഞ്ഞാൽ എന്ത് വരും? 3 ഇവിടെ കിടക്കുന്നുണ്ട്, 42 കിടക്കുന്നുണ്ട്. 3ഉം 14ഉം 14 എവിടെ കിടക്കുന്നുണ്ട്? 3ഉം 14 ഇവിടെ ഉണ്ട്, 3 എവിടെ ഉണ്ട്? ഇതൊക്കെ കളയാം. ഇതാണ് നമ്മുടെ 3, ഇതാണ് 14. അപ്പൊ ഇതിന്റെ അപ്പർ ബൗണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? 42 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ലോവർ ബൗണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. അടുത്ത കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? 6ഉം 7ഉം 7ഉം 6ഉം. അപ്പൊ ഈ ഫിഗറിൽ നോക്കുമ്പോ എന്ത് കിട്ടുന്നുണ്ട്? 6 ഞാൻ മാർക്ക് ചെയ്തു, 7ഉം ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ 6ന്റെ 7ന്റെ അപ്പർ ബൗണ്ട് 42, 7ന്റെ 6ന്റെ ലോവർ ബൗണ്ട് 1. ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് കിട്ടി? ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് അവരെ കണ്ടുപിടിച്ചു. ഇനി ഇവിടെ എക്സാമിന് വന്ന ചോദ്യമാണ് A equal to set 1 2 3 12 show that A under division is a lattice. അപ്പൊ ഞാൻ 1 എഴുതി, 2ഉം 3 എഴുതി, പിന്നെ എന്ത് 12 ഇവിടെ എഴുതി. ഇത് നമ്മുടെ D20യോ S20യോ ഡിവൈസസ് വെച്ചിട്ടല്ലല്ലോ ഇവിടെ എഴുതിയത്. 12 ഡിവൈസസ് വെച്ചിട്ടാണോ ഇത് എഴുതിയത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ ആരൊക്കെ മിസ്സിംഗ് ആണ്? 4, 6 ഒന്നും അതിന്റെ ഉള്ളിലില്ല അല്ലെ? അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് നമുക്ക് LCM HCF വർക്ക് ആവില്ല. ഡയറക്റ്റ് ഫിഗർ നോക്കുക, അങ്ങോട്ട് എഴുതുക. അപ്പൊ ഇതിന്റെ അപ്പർ ബൗണ്ട് നോക്കണം. അപ്പർ ബൗണ്ട് എഴുതുമ്പോ നമുക്ക് ഏതൊക്കെ ഫസ്റ്റ് ഫില്ല് ചെയ്യാം? 1 2 3 12. അതേപോലെ തന്നെ ഞാൻ എന്ത് എഴുതി? താഴത്തേക്കും എഴുതി. ഇനി 2ന്റെയും 2 സെയിം നമ്പേഴ്സ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡയഗണലി എഴുതി വെച്ചു. അടുത്തത് 2ന്റെയും 3ന്റെയും അപ്പർ ബൗണ്ട്. 2ന്റെയും 3ന്റെ അപ്പർ ബൗണ്ട് നമുക്ക് ഇവിടെ എന്താ വന്നേക്കണത്? 12 ആണ്. അപ്പൊ ഇവിടെ എന്ത് മാറ്റണം? 12. 12ന്റെയും 2ന്റെയും അപ്പർ ബൗണ്ട് എന്താണ്? 12. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതും 12, ഇതും 12. ഇനി അടുത്തത് എന്താണ്? 12ന്റെയും 3ന്റെയും അതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ 12. അടുത്ത 12ന്റെയും 3ന്റെയും അപ്പർ ബൗണ്ട് ഏതാണ്? 12 ആണ്. 12 വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അത് നമ്മൾ ഫസ്റ്റില് എന്ത് ചെയ്യും? ഫിൽ ചെയ്തിട്ട് പോവും. അപ്പൊ നമുക്ക് അത് കിട്ടി. ഇനി അടുത്തത് ലോവർ ബൗണ്ട്സ് ആണ് നോക്കേണ്ടത്.
ഇപ്പൊ ലോവർ ബൗണ്ട്സ് നോക്കുമ്പോ എന്ത് വരും? ഇപ്പൊ ആദ്യം ഞാൻ വണ്ണിന്റെ എല്ലാ റോ എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വണ്ണിന്റെ എഴുതി. ഇനി ഇവിടെ എന്ത് എഴുതി? 2, 3, 12. ഇനി അടുത്തത് എന്ത് വരും? അത് എഴുതി കഴിഞ്ഞു. ഇനി 3ന്റെയും 2ന്റെയും ലോവർ ബൗണ്ട് 1, 12ന്റെയും 2ന്റെയും ലോവർ ബൗണ്ട് 2, പിന്നെ 2ന്റെയും 3ന്റെയും ലോവർ ബൗണ്ട് 2ന്റെയും 3ന്റെയും ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് 1. ഇനി 2ന്റെയും ലോവർ ബൗണ്ട് 2. ഇനി ഏതാ വേണ്ടത്? 12ന്റെയും 3ന്റെയും ലോവർ ബൗണ്ട് 3. അപ്പൊ നമ്മളത് ഫുള്ളായി കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇനി അടുത്തത് ഡിസംബർ 2021 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ഈക്വൽ ടു ABC, P of A is power set. പവർ സെറ്റ് എന്ന് പറയുമ്പോൾ സബ്സെറ്റുകളുടെ അല്ലേ നമുക്ക് എഴുതേണ്ടി വരിക. ഫൈൻഡ് മാക്സിമൽ ആൻഡ് മിനിമൽ എലമെന്റ്, ഗ്രേറ്റസ്റ്റ് എലമെന്റ്, എലമെന്റ് ഓഫ് ലീസ്റ്റ് എലമെന്റ്. ഫൈൻഡ് അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് AB ഈസ് P of A ഈസ് ലാറ്റിസ്. ഇത്ര അധികം ചോദ്യം അന്ന് ചോദിച്ചിരുന്നു. അപ്പൊ നമുക്കത് കാണാം. എ എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ABC ആണ്. അപ്പൊ അതിന്റെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 ക്യൂബ് ഉണ്ടാവും. 8 ആയിരിക്കും അത്. അപ്പൊ അത് ഞാൻ എന്ത് എഴുതി? 5 എഴുതി. എന്താ പറയാ, ഒരു സിംഗിൾട്ടൺ സെറ്റ് എഴുതി. ഇനി 2 എലമെന്റ്സ് ഉള്ള സെറ്റ്, അത് AB, AC, then BC. അടുത്തത് എന്ത് വരും? ABC. ഇപ്പൊ എത്ര എലമെന്റ്സ് ആയി? 4, 5, 6, 7, 8 എലമെന്റ്സ് ഉണ്ട്. ഈ 8 എലമെന്റ്സിന് ലാസ്റ്റ് ഒരു ലാറ്റിസ് ആണെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്ത് വരയ്ക്കണം? ഹസേ ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ വരച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്ത് എഴുതി? 5 താഴ്ത്ത് എഴുതി, പിന്നെ A എഴുതി, B എഴുതി, A എഴുതും, സിംഗിൾട്ടൺ സെറ്റായി A എഴുതും, സിംഗിൾട്ടൺ അല്ല സെറ്റുകൾ എഴുതി, ABC എഴുതി. പിന്നെ ഞാൻ അടുത്ത് എന്ത് എഴുതും? AB എഴുതും. അപ്പൊ പിന്നെ അത് എവിടേക്കൊക്കെ പോകണം? Aയിലേക്ക് പോകണം, Bയിലേക്ക് പോകണം. അടുത്ത് എനിക്ക് എഴുതാനുള്ളത് AC ആണ്. സോ Aയിലേക്ക് പോകണം, Cയിലേക്ക് പോകണം. പിന്നെ ഏതാണ്? BC ആണ്. Bയിലേക്ക് പോകണം, Cയിലേക്ക് പോകണം. ലാസ്റ്റ് ഉള്ളത് ABC ആണ്. അത് പിന്നെ 3 സ്ഥലത്തേക്കും പോകുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ കേസില്, അതായത് P of A എന്നുള്ള പവർ സെറ്റ് തന്ന കേസില് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ചെയ്യാം. അപ്പർ ബൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? യൂണിയനും ചെയ്യാം. ഇത്രേ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇതിലെ മാക്സിമൽ എലമെന്റ് ആരാണ്? ABC. മിനിമൽ എലമെന്റ് ആരാണ്? 5. ഇപ്പൊ നമുക്ക് മാക്സിമൽ എലമെന്റ് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആരായിരിക്കും? അതന്നെ വരും, ABC. ലീസ്റ്റ് എലമെന്റ് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ലീസ്റ്റ് എലമെന്റ് ആര് വരും? 5 വന്നു. ഇത് ഫില്ല് ചെയ്യാൻ എളുപ്പല്ലേ? ഇന്റർസെക്ഷനും ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാണ്. ലോവർ ബൗണ്ട് കണ്ടുപിടിക്കുമ്പോ ഇന്റർസെക്ഷൻ. അപ്പൊ 5 വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് 5 ആയി. കണ്ടോ? അടുത്ത നമുക്ക് സെറ്റ് ഡയഗണലി ഞാൻ ഇവിടെ എഴുതി. ഇവിടെ എഴുതി, B എഴുതി, C എഴുതി, AB എഴുതി, AC എഴുതി, BC എഴുതി, ABC എഴുതി. ഇനി അടുത്തുള്ളത് ഇന്റർസെക്ഷൻ ആണല്ലോ. എനും ബിനും ഇന്റർസെക്ഷൻ ഇല്ല, എനും സിനും ഇന്റർസെക്ഷൻ ഇല്ല. എന്റെ ബിന്റെ ഇന്റർസെക്ഷൻ A ആണ്, എന്റെ സിന്റെ ഇന്റർസെക്ഷൻ A ആണ്. ബിനും സിയും എയും ഇന്റർസെക്ഷൻ ഇല്ല, ABCയും എയും ഇന്റർസെക്ഷൻ A. അതേപോലെ ഞാൻ എന്ത് ഫില്ല് ചെയ്തു? ഇത് ഫില്ല് ചെയ്തു. അടുത്ത എനിക്കുള്ളത് ബിന്റെ സിന്റെ ഇന്റർസെക്ഷൻ ഇല്ല, അതുപോലെ AB-യുടെ ഇന്റർസെക്ഷൻ B, AC-യും Bയും ഇന്റർസെക്ഷൻ ഇല്ല, സോ 5. ഇനി അടുത്തത് BC-യും Bയും ഇന്റർസെക്ഷൻ B വരും, ABCയും Bയും ഇന്റർസെക്ഷൻ ആര് വരും? B വന്നു. അപ്പൊ ഇതും ഫില്ലായി. അടുത്തത് AB-യും Cയും അതില്ല, AC-യും Cയും C വന്നു, BC-യും C വന്നു, ABC C വന്നു. ഇത് മുന്നത്തെക്കാളും എളുപ്പാ തോന്നണം. ഇനി അടുത്തത് AC-യും AB-യും A ആണ് ഇന്റർസെക്ഷനിൽ വരുന്നത്, AB-യും BC-യും. അപ്പൊ അവിടെ ആരാ ഇന്റർസെക്ഷനിൽ വരുന്നത്? B ആണ് വരുന്നത്. അടുത്തത് ABCയും AB-യും. അപ്പൊ അവിടെ AB ആണ് വരുന്നത്. അതും കഴിഞ്ഞു. ലാസ്റ്റത്തെ BC AC, അവിടെ C ആണ് വരുന്നത്. ABC ഉണ്ട്, AC ഉണ്ട്, അവിടുന്ന് AC ആണ് വരുന്നത്. അടുത്തത് ABC ഉണ്ട്, BC ഉണ്ട്, സോ BC. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഒരു സംഭവം കിട്ടി. നമുക്ക് ലീസ്റ്റ് അപ്പർ ബൗണ്ട് വെച്ച് ഞാൻ പറഞ്ഞു എന്തിന്റെ കേസില്?
ഇതിന്റെ പവർ സെറ്റിന്റെ കേസിൽ നമുക്ക് യൂണിയനും ഇന്റർസെക്ഷനും വെച്ചിട്ട് പറയാവുന്ന. നേരത്തെ നമ്മുടെ ഡിവിഷന്റെ കേസിൽ LCM HCFും വർക്ക് ചെയ്യണമെങ്കിൽ അവര് എന്താവണം, ഡിവൈസസ് ആയിട്ടുള്ള സംഭവത്തിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് യൂണിയൻ ആണല്ലോ. അപ്പൊ ഇവിടെ 5A ABC AB AC BC ABC അത് നമ്മൾ അങ്ങനെ ഫുൾ അതേ സെയിം എലമെന്റ്സ് എഴുതി. ഇനി A യൂണിയൻ A യൂണിയൻ B AB A യൂണിയൻ C AC AB യൂണിയൻ A AB AC AB ABC അതെല്ലാം എഴുതി കഴിഞ്ഞു. അതേപോലെ ഞാൻ ഇവിടേക്ക് എഴുതി. ഇനി ബിയും ബി മാത്രം, ബിയും സിയും BC AB AB ACയും ബിയും യൂണിയൻ ചെയ്ത ABC ബിയും സിയും പിന്നെ ഇവിടെ ABC തന്നെ കിട്ടി. ഇത് നമുക്ക് ABC എഴുതാലോ. അപ്പൊ അതും ഫില്ലായി. ബാക്കിയുള്ളതെല്ലാം നോക്കണ്ടോ? യൂണിയൻ എടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ. BC വരും, ഇത് C വരും, ഇവിടെ ABC വരും, ഇവിടെ AC വരും, ഇവിടെ BC വരും. അതേപോലെ ഞാൻ ഇവിടെ എഴുതി. ഇനി ഇവിടെ നോക്കുമ്പോ ABC ഇവിടെ AB വരുന്നുണ്ട്, പിന്നെ ABC ഇവിടെ ABC അതേപോലെ ഞാൻ ഇവിടെയും എഴുതി. ഇനി ഇവിടെ എന്താ, എയും സിയും പിന്നെ എയും സിയും ബിയും ഇവിടെ എന്ത് വരുന്നു. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും കറക്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം കിട്ടണില്ലേ എന്ന് നോക്കാം. എളുപ്പമാണല്ലോ യൂണിയൻ ഇന്റർസെക്ഷനും. ഇത്ര നേരം നമ്മൾ ലാറ്റിസ് ആണോ അല്ലേ എന്നൊക്കെയാണ് കണ്ടിരുന്നത്. ലാറ്റിസ് അല്ലാത്ത ചോദ്യം കാണണ്ടേ. ഹാസ് എ ഡയഗ്രാം ഓഫ് A equal to 1 2 3 4 6 ആൻഡ് ഡിവിസിബിലിറ്റി. ഇവര് നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം വെറുതെ കുറെ നമ്പേഴ്സ് തന്നിട്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ LCM HCF ഒന്നും ഇവിടെ വർക്ക് ആവില്ല അല്ലെ. വേണമെങ്കിലേ ലാറ്റിസ് അല്ലാന്ന് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യന്റെ അവിടെ വരും. അപ്പൊ നമുക്ക് എന്താ ലാഭച്ചാ, ഇങ്ങനെ ഇതിപ്പോ ക്ലോസർ ആയിട്ടില്ലല്ലോ, 4ഉം 6ഉം തമ്മിൽ ക്ലോസർ ഒന്നായിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ അങ്ങോട്ട് പിടിക്കും. അവിടെ പിടിച്ചിട്ട് നമുക്ക് ഇതിന് അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഈ ഫിഗർ വേണമെന്നില്ല. ഇപ്പൊ ലാറ്റിസ് ആണെന്ന് പറയണമെങ്കിൽ എല്ലാത്തിനും അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഉണ്ടെന്ന് പറയണേക്കാളും ബെറ്റർ ആണ് ഈ മെട്രിക്സ് പോലെയുള്ള ഈ സംഭവം, ഈ ഒരു ബോക്സ് വരച്ചിട്ട് പറയണത്. അപ്പൊ ഇതിനെന്ത് പറഞ്ഞാൽ മതി, അപ്പർ ബൗണ്ട് ഫോർ 4 ആൻഡ് 6 ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം 3 മാർക്കിനാണ് ഞാൻ അങ്ങനത്തെ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് പവർ സെറ്റ് ഓഫ് എയും കണ്ടെയ്ൻഡും തന്നു കഴിഞ്ഞാൽ നമുക്ക് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്, അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് യൂണിയനും ഇന്റർസെക്ഷനാന്നുള്ള കൺസെപ്റ്റ് ഞാൻ എഴുതി വെച്ചു എന്നുള്ളൂ. ഓക്കെ, എന്താ പിന്നെ നമുക്ക് ഇത് മാത്രല്ലല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു തരുമ്പോ മാക്സിമം മിനിമം ആണ് എന്നിട്ട് വരിക. അപ്പർ ബൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം എന്നും ലോവർ ബൗണ്ട് ചോദിക്കുമ്പോ മിനിമം ആയിട്ടാണ് വരിക. പിന്നെ ഡിവിഷന്റെ കേസിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഡിവൈസസ് തന്നെ എഴുതിയാൽ മാത്രമാണ് LCM HCF നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സബ് ഒക്കെ എന്താ നേരത്തെ പറഞ്ഞു ഇല്ലേ, അതും എന്താവണമെന്നാ പറഞ്ഞത്, ഒരു ലാറ്റിസ് ആവണം. ആ സബ്സെറ്റും എന്താവണം, ഒരു ലാറ്റിസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്തത് D24 ആണ്. ഡ്രോ എ has a diagram for set of all devices of 24. ഭാഗ്യം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LCM HCF വെച്ചിട്ട് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈസ് ദിസ് ലാറ്റിസ് വരച്ചു നോക്കാം. മിക്കതും ഇങ്ങനത്തെ സംഭവം ക്ലോസ്ഡ് ആയിരിക്കും, അതുകൊണ്ട് ലാറ്റിസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. Also find the sublattice of D24. Also give an example of a poset which is not a sublattice of D24. സബ്ലാറ്റിസ് ആവണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 24 അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. 24 ഇല്ലെങ്കിൽ ഇപ്പൊ എന്താവും, ഇതേ ഫിഗറിൽ 8ഉം 12ഉം ഇങ്ങനെ വന്ന് നിൽക്കും അല്ലെ. ഇവിടെ 4, ഇവിടെ 8, ഇവിടെ 12. അവിടെ നമുക്ക് എന്ത് പറയാം, 8നും 12ന്റെ അപ്പർ ബൗണ്ട് അവിടെ ഇല്ല, അതുകൊണ്ട് അത് ലാറ്റിസ് അല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഇപ്പൊ ലാറ്റിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സബ് ലാറ്റിസ് ആയി. ഓക്കെ, സബ് ലാറ്റിസിന് എക്സാമ്പിൾ ഉണ്ടാക്കിയതും എക്സാമ്പിൾ അല്ലാത്തതും ഞാൻ കാണിച്ചു തന്നതാണ് എങ്ങനെ നമുക്കത് പറയാം. അപ്പൊ ഇവിടെ 1 2 3 4 6 8 12 24 എഴുതി. അതേപോലെ തന്നെ ഇവിടെ എഴുതി.
ഇവിടെ അപ്പർ ബൗണ്ട് ആണല്ലോ. അപ്പർ ബൗണ്ട് വെച്ചാൽ നമുക്ക് ഫിഗറിന് തന്നെ നോക്കി പറയാം, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി, LCM കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ റോ ഇങ്ങനെ എഴുതി പോയി, 1 2 3 6 8 12 24. അതേപോലെ തന്നെ 2 3 6 8 12 24. ഇനി ഡയഗണൽസ് ആയ 2 3 6 8 12 24. അടുത്തത് 3ഉം 2ഉം നോക്ക്, 3ഉം 2ന്റെ അപ്പർ ബൗണ്ട് 6. 2ഉം 6ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ വലുത് എഴുതാൻ പറഞ്ഞു. 8ഉം 2ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് വലുത് എഴുതി. 12ഉം 2ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് 12 എഴുതി. 24 2ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് 24 എഴുതി. അടുത്തത് 2ഉം 3ഉം അത് ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് വന്നു, നമുക്ക് നോക്കണം. അതിപ്പോ നമ്മൾ ആ റോ എഴുതി കഴിഞ്ഞ് ഇത് അങ്ങോട്ട് എഴുതൂലോ, അതങ്ങനെ ചെയ്യുമ്പോ എഴുതേണ്ടതല്ലേ. ഇനി എന്താണ്, 6ഉം 3ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ്. 8ഉം 3ഉം ഡിവൈഡ് ചെയ്യാത്ത നമ്പറാണ്. ഞാൻ ഈ ഫിഗറിൽ നോക്കി, അപ്പൊ അത് 24 മനസ്സിലായി. 12ഉം 3ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ്, അതിൽ വലുത് എഴുതി. 24ഉം 3ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ്, അതിൽ വലുത് എഴുതി. ഇനി അടുത്തത് 8ഉം 6ഉം. 8 അവിടെ, 8ഉം 6ഉം 24. ഇനി 12ഉം 6ഉം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, 12 വരുന്നു. 24 6ഉം അത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, 24 കിട്ടുന്നു. അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തത് 12 8ഉം ഡിവൈഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഈ ഫിഗറിൽ നോക്കിയപ്പോ 24. അടുത്തത് 20, ഇത് ഫുള്ളും 24 എഴുതിയല്ലോ. ഇനി ഒരെണ്ണം കൂടി ബാക്കിയുള്ളൂ, 12 8ഉം. 12 8 24 കണ്ടോ. അപ്പൊ ഇത്ര നേരം എടുക്കുള്ളൂ. ഇനി അതേപോലെ നമ്മൾ ആരെയും കൂടി നോക്കണം. അപ്പർ ബൗണ്ട് കഴിഞ്ഞു, ലോവർ ബൗണ്ട് നോക്കണം. അതൊന്നും നോക്കാലോ. സബ്ലാറ്റിസിന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാ എക്സാമ്പിൾ കൺസിഡർ ചെയ്തതെന്ന്. അതായത് ക്ലോസർ അല്ലെങ്കിൽ സബ്ലാറ്റിസ് അല്ലല്ലോ. അപ്പൊ ഈ 24നെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് സബ്ലാറ്റിസിന് എക്സാമ്പിൾ അല്ലാത്തതാവും. ഈ 24നെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലാറ്റിസ് ആണോ അല്ലേന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ഇങ്ങനെ എക്സാമിന് എഴുതി ഈ ബോർഡ്സ് വരച്ചിട്ട് പറയണില്ല എന്നാണ് ടാസ്ക് ഒന്നുമില്ല, ചെയ്യാൻ പറ്റണത് തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ലോവർ ബൗണ്ട് 1 2 3 6 8 24 അതെല്ലാം നമ്മൾ അതുപോലെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊക്കെ നമുക്ക് 1 1 1 1 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി പോവല്ലേ വേണ്ടോ. ഇപ്പൊ ലോവർ ബൗണ്ട് ഓഫ് 2ഉം 24 എന്ന് പറയുമ്പോൾ 2 ആ വരിക. അപ്പൊ ഇവിടുത്തെ നമ്പേഴ്സ് തന്നെ എഴുതി വെച്ചാൽ മതി, 2 3 6 8 12 24. അതുപോലെ 2 3 6 8 12 24. ഇനി നമുക്ക് ഏതൊക്കെ എഴുതാം, ഈ ക്രോസ് ആയിട്ട് എഴുതാം, 2 3 6 8 12. അടുത്തത് 3ന്റെയും 2നും ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഒന്നുമല്ല, അപ്പൊ 1 വരിക. 6ഉം 2ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആണ്, സോ 2. 8ഉം 2ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആണ്, അപ്പൊ ഇതിൽ ചെറുത് എഴുതണം 2. 12ഉം 2ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആണ്, അപ്പൊ അതിന് ചെറുത് എഴുതണം 2. അതേപോലെ ഞാൻ ഇത് എഴുതി. ഇനി അടുത്തത് 6ഉം 3ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് 3. 8ഉം 3ഉം ഡിവൈഡ് ചെയ്യാത്ത നമ്പേഴ്സ് ആണ് 1. 12ഉം 3ഉം ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് 3. അതേപോലെ ഞാൻ എന്ത് എഴുതി, 3 1 3 3. അടുത്തത് 8ഉം 6ഉം. അത് ഫിഗർ നോക്കണം, അല്ലെങ്കിൽ LCM HCF നോക്കുമ്പോ നമുക്ക് എന്താ വരണത്, 8ന്റെയും 6ന്റെയും 8ന്റെയും 6ന്റെയും വരണത് 2 ആണ്. ഓക്കെ, 8ന്റെയും എവിടെ, 8ന്റെയും 6ന്റെയും വരണത് 2 ആണ്, 2 ആണ് വരണത്. ഇനി 6ന്റെയും 12ന്റെയും വരണത് ഏതാണ്, 6 ആണ് വരണത്. ഡിവൈഡ് ചെയ്യണതാണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതി, 2 6 6 വരും. അടുത്ത നമുക്ക് 12ഉം 8ഉം. 12ഉം 8ഉം ഫിഗറിന് നോക്കുമ്പോ നമുക്കറിയാം ലോവർ ബൗണ്ട് വരുന്നത് ഈ 4 ആണ് അല്ലെ. ഇപ്പൊ 12 8 4. അപ്പൊ ഇത് ഫുള്ള് ഫില്ലായി.